വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളാണ് മറ്റു ദൈവങ്ങളെ ചെന്ന് പൂജിക്കുന്നത്, മറ്റു ദൈവങ്ങളുടെ ആരാധന നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെന്ന് സമീപിക്കുന്നത്. ലഅല്ലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പോകുന്നത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോകുന്നത്. ലാ യസ്തതിഊന നസ്റഹും, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കിട്ടുന്നതല്ലാതെ അല്ലാഹുവേതര ദൈവങ്ങളെ ആരാധിച്ചതുകൊണ്ട് അവരാരും സഹായിക്കാൻ പോകുന്നില്ലേ. വഹും ലഹും ജുൻദും മുഹ്ളറൂൻ, ഈ ആരാധിക്കുന്നവരും ആരാധിക്കപ്പെടുന്നവരും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരാണ്. ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുൻദും മുഹ്ളറൂൻ. ഒന്നുകൂടെ പറയാണ്, പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നാട്ടിലൊക്കെ പെണ്ണുങ്ങളാണ് ഈ പണിക്കിറങ്ങുന്നത്. അമ്പലത്തിലും പൂജാരിന്റെ അടുത്തും അവിടെ എവിടെയും കണ്ടവന്റെ അടുത്തൊക്കെ ഒരു ജിന്നുകൂടി എന്ന് പറഞ്ഞാൽ അവിടെ തിരക്കാണ്. ജിന്നുകൂടെ എന്ന് പറഞ്ഞ വലിയ അത്ഭുതമൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് വേണോ ജിന്ന്? ജിന്ന് ഒരു പണിയില്ല ജിന്ന് കിട്ടാൻ. അത് ചെയ്യരുതെന്ന ഉലമാ പറയാ, ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. ഒരു ജിന്നിനെ പിടിക്കലൊന്നും ഒരു പണിയിലെ സംഭവമല്ല. അത് വലിയ അത്ഭുതവും കറാമത്തും അല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ദീനും ഇൽമുമാണ്. ഇൽമുണ്ടോ ദീനുണ്ടോ അതാണ് ഏറ്റവും വലിയ കറാമത്ത്, വലിയ അത്ഭുതം അതാണ്. എന്നല്ലാതെ പിശാചി സേവയോ ജിന്നി സേവയോ അതൊന്നുമല്ല വിഷയം. അതൊക്കെ ആർക്കും അതിന്റെ ചില പണി ചെയ്താൽ ആരുടെ പിന്നാലെയും കൂടും. അതിനൊന്നും വിഷയമല്ല. ആളുകൾ അങ്ങ് ഓടി ചെല്ലുകയാണ്. പിന്നെ അവിടെ തിരക്കോട് തിരക്ക്. എന്തിന്? ആരാണ് ഈ ചെയ്യുന്നത്? ആരാണ് ഈ ആള്? ഇവരുടെ ദീൻ എത്രയാണ്? തഖ്വ എത്രയാണ്? നിസ്കാരമുണ്ടോ? അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? പൈസയിലുള്ള സൂക്ഷ്മത എന്തൊക്കെയാണ്? എന്താണ് ഇവർ ചെയ്യുന്നത്? ഇതൊന്നും അറിയാതെ, ജാതിയും മതവും നോക്കാതെ ഓടുകയാണ്. അതുകൊണ്ട് അത്രയും ഈമാൻ ദഈഫായി പോവല്ലേ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വല്ല അമ്പലത്തിലോ വല്ല പൂജാരിന്റെ അടുത്തോ നമ്മൾ കയറി ചെന്നാൽ, അവരുടെ ആത്മീയമായ ചികിത്സ സ്വീകരിച്ചാൽ, ഒരു ഹിന്ദു ഒരു പക്ഷെ ഡോക്ടറായിരിക്കാം, ഫിസിഷ്യൻ ആയിരിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഒരു ഹിന്ദു ചികിത്സിക്കുന്നത് മന്ത്രം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് ഹറാമാണ്. ഒരു വൈദ്യൻ ഹിന്ദു ആയിരിക്കാം, അയാൾ മരുന്ന് തരും, നിങ്ങൾക്ക് പച്ചമരുന്ന് എഴുതി തരുന്നു, കുഴപ്പമില്ല. അവരുടെ ഗുളിക എഴുതി തരുന്നു, കുഴപ്പമില്ല. പക്ഷെ അവർ മന്ത്രം ചൊല്ലിയിട്ട് മന്ത്രം ജപിച്ച് അവരുടെ ആത്മീയ ചികിത്സയാണോ, നമുക്കത് ഹറാമാണ്, സ്വീകരിക്കാൻ പറ്റാത്തതാണ്. അത് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കുക, പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് വമിൻ ശർരിൻ നഫ്ഫാഥാതി ഫിൽ ഉഖദി, കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളിൽ നിന്ന് കാവൽ തരണേ എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം. പെണ്ണുങ്ങൾ നഫ്ഫാഥൂന എന്നായിരുന്നെങ്കിൽ ആണുങ്ങളാണ്, നഫ്ഫാഥാതി പെണ്ണുങ്ങൾ. കാരണം പെണ്ണുങ്ങൾക്കാണ് ഈ ടെൻഡൻസി കൂടുതൽ വരാൻ. അവരാണ് പെട്ടെന്ന് അവളക്ക് ഞാൻ പണി കൊടുക്കാം എന്ന് പറഞ്ഞു പോവാണ് നിസ്സാര പ്രശ്നങ്ങൾക്ക്. ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ പാർട്ട്ണർഷിപ്പ് തരുമോന്ന് ചോദിച്ചു വരുന്നുണ്ട്. തരാൻ പറ്റൂല എന്ന് പറഞ്ഞ പിന്നെ കടന്റെ താഴെ അതും ഇതൊക്കെ കൊണ്ടുവന്ന് വല്ല തകിടും അതും ഇതും വെച്ചിരി പോവാണ്. സുബ്ഹാനല്ലാഹ്. എന്താ മുഅ്മിനീങ്ങളെ, ഭയങ്കര ഗൗരവമാണ് കാലം. വല്ലാത്ത എന്താ നാട്ടിലെ അവസ്ഥ എന്നറിയാം. ഇവിടെ ഉണ്ട് വേറെ കുറെ രാജ്യക്കാരൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നാട്ടിലിത് കൂടാണ്. എന്റെ സുഹൃത്തുണ്ട്, വേള പറയുന്ന ഉസ്താദിന്റെ നാട്ടിൽ, അദ്ദേഹത്തിന്റെ വാഹനത്തിൽ, പച്ച സാധുവാണ്, അദ്ദേഹത്തിന്റെ വാഹനത്തിലുണ്ട് ഈ കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാൻ പറയാം. ഒരു അറിയാത്തൊരു വീട്ടിൽ നിന്നൊരു ഭക്ഷണമോ വെള്ളമോ കുടിക്കാൻ പറ്റാത്ത കാലാണിത്. അസൂയക്കാരും കൊലപാതകം വരെ ചെയ്യാൻ മടിക്കാത്ത മനുഷ്യന്മാരെ സിഹറിലൂടെ പച്ച മാരണം ചെയ്തിട്ടേ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റൊക്കെ ഇടക്കിടക്ക് അയച്ചു നോക്കണം, അതിന്റെ ഉള്ളിൽ തിരികെ വെച്ചിട്ടുണ്ടാവുന്നു. 6 പ്രാവശ്യം ആക്സിഡന്റ് ആയിരുന്നു നമ്മുടെ നാട്ടിലെ പ്രഗത്ഭനായ ഒരു ഉസ്താദിന്റെ വാഹനം. 6 പ്രാവശ്യം നോക്കുമ്പോൾ 6 പ്രാവശ്യം എന്റെ ഉള്ളിൽ തിരികെ വെച്ചിട്ടുണ്ട്. വാഹനം മാറ്റി. നമ്മൾ അറിയുന്ന കേസുകൾ. ഇത് ചെയ്യുന്ന ആൾക്കാരാരാന്നറിയോ? മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന വലിയ തീവ്രതയുള്ള ആളുകളാണെന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന പണികൾ. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഒരു വിചാരിക്കുന്നതൊക്കെ ജായിസാന്ന വിചാരം. ശത്രുക്കളെ തോൽപ്പിക്കാൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നായി പറയുന്നത്. പച്ച സിഹർ ചെയ്യാൻ അക്ബറുൽ കബായിറാണ്, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് ഇതൊക്കെ. നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി പിശാചിന്റെ സേവ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുക, ഹാം ചെയ്യുക, മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുക. തകിടിന് 6 റുപ്യ 9 റുപ്യ തകിടിന് വില. ഈ മനുഷ്യന്റെ ജീവിതം നശിച്ച് ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും ഇതൊന്ന് രക്ഷപ്പെട്ടു കിട്ടണമെങ്കിൽ. നിസ്സാര വിഷയങ്ങൾ ചെയ്തിട്ട് നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടി പകയും ശത്രുതയും കൊണ്ട് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഈ കളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ ചോദിക്കാൻ പറഞ്ഞു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ധാരാളം ഓതണമെന്നാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും പിശാചിന്റെ ശല്യമുണ്ടായി, അല്ലെങ്കിൽ സിഹറിന്റെ ബാധയുണ്ടായ സമയത്ത് അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് 6 മാസം. പക്ഷെ ആ നബി തങ്ങൾക്കുണ്ടായ സംഭവത്തിൽ നബി തങ്ങളുടെ ബുദ്ധിക്ക് ഒരു ഖലൽ സംഭവിച്ചിട്ടില്ല, നബി തങ്ങളുടെ ദഅവത്തിന് തടസ്സം സംഭവിച്ചിട്ടില്ല, നബി തങ്ങളുടെ നുബുവത്തിന് ഒരു ഖലലും സംഭവിച്ചിട്ടില്ല. പക്ഷേ നബി തങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടായിട്ടുണ്ട് 6 മാസം. ആ അസുഖം സംഭവിച്ചത് ബനൂ സുറൈഖ് ഗോത്രത്തിലെ ലബീദ് ഇബ്നു അഅ്സം എന്ന് പറഞ്ഞൊരു ജൂതൻ നബി തങ്ങൾക്ക് ഇങ്ങനെ ഒരു മാരണം ചെയ്തു വെച്ചപ്പോഴാണ്. ആ മാരണം എടുത്തു നീക്കാൻ, അതിനെ ചികിത്സിക്കാൻ വേണ്ടിയ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഈ 2 സൂറത്തുകളും ഇറങ്ങിയത് ആ സമയത്താണ്. അത് നബി തങ്ങൾക്ക് വേണ്ടി ഇറക്കി കൊടുത്തു. 11 കെട്ടുകളിട്ട് ചെയ്ത ആ മാരണത്തിൽ ഓരോ ആയത്ത് ഓതിയപ്പോഴും ഓരോ കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരുന്നു. 11ാമത്തെ ആയത്ത് മിനൽ ജിന്നതി വന്നാസ് അങ്ങ് ഓതിയപ്പോഴേക്കും കഅന്നമാ നശിത മിൻ ഇഖാൽ, ബോധരഹിതരായി വീണുപോയ ഒരാൾക്ക് ബോധം ലഭിച്ച് തിരിച്ചു വരുന്ന പോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്മേഷവാനായി എഴുന്നേറ്റ് നിന്നു. മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ തഫ്സീറിൽ പറയുന്നു, അല്ലാമ ഖുർത്തുബി തങ്ങൾ, ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ ഉമ്മഹാതു തഫാസീർ മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായി. എന്തിനാണെന്നറിയോ? നമുക്കങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്ന് പരിഹാരം പറഞ്ഞു തരാനാ. അള്ളാഹുവിന്റെ ഹബീബിനെ രക്ഷിക്കാൻ അള്ളാഹുവിന് സാധിക്കാത്തത് കൊണ്ടല്ല. പക്ഷേ നബി തങ്ങൾ ജനങ്ങൾക്ക് മാതൃകയായി വരുന്നവരാ. ഖിയാമത്ത് നാൾ വരെ ഈ പണി ലോകത്ത് നടക്കുന്നതാണ്. അത് നടന്നാൽ നമ്മൾ എങ്ങനെ അതിനെ നേരിടണം, എങ്ങനെയാണ് അതിന്റെ ചികിത്സ, നമ്മൾ എങ്ങനെയാണ് അത് നേരിടേണ്ടതെന്ന് പഠിപ്പിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് ഈ സംഭവങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും വർദ്ധിപ്പിക്കുക. അള്ളാഹു നമുക്കൊക്കെ പ്രൊട്ടക്ഷൻ, അള്ളാഹുവിന്റെ കാവൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി.